ഹലോ ഗൈസ്, വെൽക്കം ടു സ്ലീപ്പ് അൺപ്ലഗ്ഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മെഡിക്കൽ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഡോക്ടർ അഹമ്മദ് സക്കീം. എൻ്റെ കൂടെ ഉള്ളത് ഡോക്ടർ മുഹമ്മദ് അനീസ്, മുഹമ്മദ് ഉവൈസ് ആൻഡ് മുഹമ്മദ് അജ്മൽ എന്നുള്ളവരാണ്. ഞങ്ങൾ മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിലെ റെസിഡൻറ്റ് മെഡിക്കൽ ഓഫീസേഴ്സാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഉറക്കത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉറക്കത്തെക്കുറിച്ച് പറഞ്ഞു തരാണെങ്കിൽ ഒരു ഡോക്ടേഴ്സ്, അപ്പോൾ നമുക്ക് എത്ര ആണ് ഇതിൻ്റെ ഒരു നോർമൽ ടൈം ഒരാൾ ഉറങ്ങേണ്ടത് എന്ന് കൺവീൻ? ഉറക്കത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു സമയം കരുതുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് ഓക്കെ ആയി എന്ന് കണ്ടാൽ നമ്മൾ ഉറക്കം നിർത്തും. പക്ഷെ ശരിക്കും ഒരു മനുഷ്യന് അവൻ്റെ സമയത്തിൻ്റെ മൂന്നിലൊന്നെങ്കിലും അവൻ്റെ ഉറക്കിന് വേണ്ടിയിട്ട് അവൻ മാറ്റി വെക്കണം എന്നാണ്. 24 മണിക്കൂറുള്ള ഒരാൾക്ക് അപ്പം 8 മണിക്കൂർ ഒരു ചുരുങ്ങിയത് അവന് ഉറക്ക് കിട്ടിയാൽ ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ആളുകളും മാനസികമായിട്ട് അവർ ഉറക്കുന്നെന്ന് ഫീലായി എന്ന് കണ്ടാൽ നിർത്തും. പക്ഷെ ഇതിൽ നടക്കുന്നത് ഉറക്കിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് ഭൂരിഭാഗം ആളുകളും ശ്രദ്ധിക്കാറില്ല. ഉറക്കിന്റെ സമയത്താണ് നമ്മൾ ഈ ബോഡി വർക്ക് ചെയ്യുന്ന സമയത്ത് ബോഡി ഫുള്ള് ഹീറ്റ്നെസ് കൂടും, അഥവാ ചൂടായിട്ടായിരിക്കും ഉണ്ടാവുക. നമ്മൾ ഒരു എൻജിൻ അല്ലെങ്കിൽ ഒരു കാറ് അല്ലെങ്കിൽ ഒരു വണ്ടി നമ്മൾ കൂടുതൽ സമയത്ത് ഇങ്ങനെ റൺ ചെയ്യുമ്പോൾ അതിന്റെ എൻജിൻ ഡ്രൈ ഔട്ടായി ഇങ്ങനെ നിൽക്കും. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാവും. ഈ ഒരു സന്ദർഭത്തെ ആയിട്ട് ബോഡി റീഫ്രഷ് ആയി എടുക്കുന്ന ഒരു സമയമാണ് ഉറക്കിന്റെ സമയം. അപ്പൊ കൃത്യമായിട്ട് അതിന് 1/3 എന്ന് പറഞ്ഞാൽ, അഥവാ 24ന്റെ 1/3 പറഞ്ഞാൽ 8 മണിക്കൂർ സമയം കൊടുക്കണം എന്നുള്ളതാണ്. അതെ, ബോഡിയുടെ മെറ്റബോളിസം അതുപോലെ ബ്രെയിൻ വാഷിംഗ് നടക്കുന്ന സമയമാണ്. ഇതുകൊണ്ട് ഇത് നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല നമുക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നൂല. ഇത്രയും കാലം നമ്മളിങ്ങനെ ഒരു 5 മണിക്കൂർ ഉറങ്ങി എനിക്ക് ഉറക്ക് ഫീലായി കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നും. പക്ഷെ ഇത് ഗ്രാജുവലി നമ്മുടെ ബോഡിയെ ബാധിച്ചുകൊണ്ടിരിക്കും. അതാണ് ഉറക്കിന്റെ ഒരു ശാസ്ത്രം. അപ്പോൾ ഈ ബ്രെയിൻ വാഷിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അതിലേക്ക് അപ്പോൾ ഈ ഫ്ലൂയിഡ് ഇൻടേക്ക് ഔട്ട്ടേക്ക് നടക്കുന്ന ആ സമയത്തായിരുന്നു നമ്മളെ ബോഡിയുടെ എല്ലാ സെല്ലുകളുടെ ഉള്ളിലും ഓരോ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. ബോഡിയുടെ എനർജി മാത്രമല്ല ഫ്ലൂയിഡ്സിന്റെ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളെ ഹാർട്ടിൽ നിന്ന് പമ്പിങ് നടക്കുന്നുണ്ട്. അതുപോലെ ബ്രെയിനകത്തുകൊണ്ട് വെൻട്രിക്കിൾസ്, അതായത് CSF ഫ്ലൂയിഡ്, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം. അപ്പോൾ ഇത് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഫുൾ ടൈം ബോഡിയിൽ സർക്കുലേറ്റ്. പക്ഷേ ഇതൊരു വാഷിംഗ് മെറ്റീരിയൽ നടക്കണമെന്നുണ്ടെങ്കിൽ ബോഡി റെസ്റ്റിംഗ് സമയത്തായിരിക്കും ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. സോ ഓവറായിട്ട് ഉറങ്ങാത്ത ഒരാൾക്ക് ഡ്രൈ ഔട്ട് ആയി പോകും. സോ മെമ്മറി ലോസ് അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരാം. മൈൻഡ് അഥവാ ഈ ബ്രെയിൻ എന്താവില്ല, കംഫർട്ടായിട്ട് വർക്ക് ചെയ്യില്ല. ഓക്കെ. അപ്പോൾ ഈ ഡോക്ടർ അജ്മൽ, WHO ഒക്കെ ഒരു ആസ്പെക്ട്സിൽ സാർ എന്നൊരു പറയാൻ പറ്റും സ്ലീപ്പിനെ പറ്റിയിട്ടൊക്കെ? സ്ലീപ്പിനെ കുറിച്ച് പറയുമ്പോൾ സ്ലീപ്പ് ഇല്ലായ്മ കൊണ്ട് വരുന്ന മെയിൻ കാരണമാണ് ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത്. അത് റീസെന്റ് സ്റ്റഡീസിലൊക്കെ പൊതുവെ ഈ പേര് ഒന്നുകൂടി വ്യാപകമായിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങിയത് COVID-19 ശേഷമാണ്. അതിന് മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അത് വളരെ വ്യാപകമായിട്ട് ആരും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മെയിനായിട്ട് ഈ പേരുള്ള പോലെ തന്നെ ബ്രെയിൻ ഫോഗ് എന്ന് പറയുമ്പോൾ ഫോഗ് മൂടൽമഞ്ഞ് പോലെ നമ്മൾ എന്താക്കുക, തലച്ചോറിനെയും നമ്മുടെ മെമ്മറി കാര്യങ്ങളൊക്കെ ബാധിക്കുക. ഇപ്പോൾ ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ഒരാൾ അലസതയിലേക്ക് മാറിപ്പോയിണ്ടാവും. പക്ഷെ നമ്മളെന്താക്കും, മടിയനായിട്ടോ അല്ലെങ്കിൽ ഇൻട്രോവേർട്ടായിട്ടോ അയാളെ ചിത്രീകരിക്കും. അതായിരിക്കില്ല അതിൻ്റെ കാരണം. ഒരു കൂട്ടം അസ്വസ്ഥത ഒരു വ്യക്തിയുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻസിനെ ബാധിക്കുന്നതാണോ? കോഗ്നിറ്റീവ് ഫങ്ഷൻസിനെ ബാധിക്കും. അത് കാരണമായിട്ട് അയാളെ ഡെയിലി റുട്ടീൻസിൽ വ്യത്യാസം ഉണ്ടാവും, ചെയ്യുന്ന വർക്കിൽ വ്യത്യാസം ഉണ്ടാവും. മെയിനായിട്ട് ഇതിന് കുറച്ച് ലക്ഷണങ്ങൾ പറയാറുണ്ട്. അഥവാ ഒന്ന്, ചിലപ്പോൾ 10 മിനിറ്റ് എടുക്കേണ്ട വർക്ക് എന്തൊക്കെ എടുക്കാണ്ട് 3 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ സമയം എടുക്കുക. ക്രോണിക്കായിട്ട് എത്തുമ്പോൾ കൂടുതൽ മണിക്കൂർ സമയം എടുക്കും. പിന്നെ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ. അത് പഠിക്കുന്ന കുട്ടികളിലൊക്കെ കണ്ടുവരുന്നുണ്ട്. പഠിക്കുന്നവരിലും സാധാരണ കാണാറുണ്ട്. എന്നിരുന്നാലും ഒരു അഡൾട്ട് അതിൽ കഴിഞ്ഞിട്ടുള്ള ഏജ് ഉണ്ടാവും. COVID-19 കൂടിയിട്ടുണ്ട് സാധാരണ. കോവിഡ് എങ്ങനെ ബാധിച്ചെന്ന് വെച്ചാൽ കോവിഡ് ഓവറോൾ ഹെൽത്തിന്റെ ഇമ്മ്യൂണിറ്റിനെ കുറച്ചിട്ടുണ്ട്. അതിപ്പോൾ റീസെൻ്റ്ലിയുള്ള സ്റ്റഡീസ് അടക്കം കോവിഡ് നമ്മളെ പോസ്റ്റ് കോവിഡ് സിംറ്റംസ് നമ്മുടെ ഹോസ്പിറ്റലുകൾക്ക് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ബോഡിയുടെ ഇമ്മ്യൂണിറ്റിനെ നല്ലപോലെ കുറച്ചിട്ടുണ്ട്. ഈ ഉറക്ക് എന്നുള്ള പ്രക്രിയ ബോഡി ബ്രെയിൻ വാഷിങ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പണ്ട് നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ബ്രെയിൻ ഫോഗ് എന്നുള്ള ഒരു കൺസെപ്റ്റ്, ബ്രെയിൻ ഡ്രൈ ഔട്ട് ആവുക. അപ്പോൾ ബ്രെയിന് മെയിനായിട്ട് മുമ്പ് പറഞ്ഞ ഒരു ഇത് എനിക്ക് തോന്നിയത് അലസത, അതുപോലെ ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങളൊക്കെ. നേരെ മറിച്ച് നമ്മൾ ഈ അലസത കാരണം അല്ലെങ്കിൽ ബ്രെയിനിന് കറക്റ്റായിട്ട് ആങ്സൈറ്റി, ഡിപ്രഷൻ ഇങ്ങനത്തെ കാരണങ്ങളെ കൊണ്ടാണ് ഉറക്കൊരാൾക്ക് ഡിസ്റ്റർബ് ആകുന്നതെന്നൊക്കെ നമ്മൾ പലവട്ടം പറയും. നേരെ മറിച്ച് ഉറക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം ഈ ആങ്സൈറ്റിയും ഡിപ്രഷനും നേരെ വന്നിട്ടുണ്ടാവും. നേരെ റിട്ടേൺ ആയിട്ട് നമ്മൾ അതിൻ്റെ ചാൻസസുകളെ കുറിച്ച് പഠിക്കണം കൃത്യമായിട്ട്. അപ്പോൾ ഈ കോവിഡ് വന്നതിന് ശേഷം ഇമ്മ്യൂണിറ്റി നല്ലപോലെ ഡൗൺ ആയിരിക്കും. അല്ല, ഈ
ഫോണിൻ്റെ ഉപയോഗം, ബ്ലൂ സ്ക്രീൻ. ബ്ലൂ സ്ക്രീൻ ഇതിലിപ്പോൾ പൊതുവേ ഇപ്പോഴത്തെ കാര്യത്തിൽ കോവിഡിന്റെ ശേഷം നമ്മൾ പ്രത്യേകം എടുത്തു പറയണ്ട. കാരണം കോവിഡിന് മുന്നേ ഒരു സ്കൂളിലേക്കോ എവിടേക്കും എന്തില്ല, ഒരു മൊബൈൽ ഫോണിന് ഉപയോഗിക്കാൻ പോലും കുട്ടികൾക്ക് അനുവാദമില്ല, ടാബ് ഇങ്ങനത്തെ സാധനങ്ങൾ. പക്ഷെ കോവിഡ് കഴിഞ്ഞതിന് ശേഷം എല്ലാ കുട്ടികളിലും, ഈവൻ സ്കൂളുകാരടക്കം പറയുന്നത് എന്താണ്, കുട്ടീൻ്റെ കയ്യിൽ ഒരു ഫോൺ വേണം, ഒരു സ്മാർട്ട് ഫോൺ വേണം. അപ്പോൾ എല്ലാം ഡിജിറ്റലൈസ് ചെയ്തു. നമുക്ക് ഈ സാധനത്തിന് ഒറ്റയടിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഫോൺ ഇല്ലാത്തൊരു ലൈഫ് വേണം, ബ്ലൂ സ്ക്രീൻ ഇല്ലാത്തൊരു സമയം വേണം. അങ്ങനെ അവരെ വർക്ക് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. നേരെ മറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിയന്ത്രിക്കാൻ പറ്റും. ബ്ലൂ സ്ക്രീന് നമുക്ക് നിയന്ത്രിക്കണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ബോഡി ഡാർക്ക്നെസ്സിൽ ഉണ്ടാകുന്ന സമയത്താണ് ബോഡിയിൽ മെലാറ്റോണിൻ്റെ പ്രൊഡക്ഷൻ കൂടുക ബോഡിയിൽ. അപ്പോൾ നമ്മൾ ഉറക്കിനെ നല്ലപോലെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് മെലാറ്റോണിൻ. ഈ മെലാറ്റോണിൻ നല്ലപോലെ നമ്മൾ സ്ക്രീൻ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നല്ലപോലെ അത് ബാധിക്കും. മെലാറ്റോണിൻ്റെ പ്രൊഡക്ഷൻ കുറയും, നമ്മൾ ഉറക്കിനെ ബാധിക്കും. പോരാത്തതിന് സൈക്കിക് ആയിട്ടുള്ള വേറെ പ്രശ്നങ്ങളും ഉണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് മോളിക്കുലർ ലെവലായിട്ടുള്ള ഒരു സ്റ്റഡി ബേസ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ബ്ലൂ സ്ക്രീനെ അവോയ്ഡ് ചെയ്യണം. പക്ഷേ ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അതിന് ഒരു മെത്തേഡ് എന്താ വെച്ചാൽ, നമ്മൾ ബ്രൈറ്റ്നസ് പരമാവധി ഡിം ചെയ്ത് വെക്കണം ഫോൺ. വാട്ട് അബൌട്ട് ഡിജിറ്റൽ കർഫ്യൂ, കുറച്ച് നേരത്തിന് ഫോൺ എടുത്ത് മാറ്റി വെക്കുന്ന രീതി? അതിലേക്ക് ഞാൻ വരാം. അതിന് മുന്നേ ഞാൻ പറയുന്നത്, ഫോണിനെ നമ്മൾ ബ്രൈറ്റ്നസ് പരമാവധി കുറക്കണം. അതേപോലെ തന്നെ ഫോൺ നമ്മൾ സറൗണ്ടിങ് ലൈറ്റ് അഥവാ റൂം ലൈറ്റ് ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് മാത്രം ഫോൺ ഉപയോഗിക്കാം. അപ്പോൾ ഫോണിൻ്റെ ബ്രൈറ്റ്നസ്, നമ്മുടെ ഫോക്കസ് കുറയും. അങ്ങനെ ഒരു സമയത്ത് ഡാർക്ക് റൂമിൽ വെച്ചിട്ട് ഫോൺ ഉപയോഗിക്കുന്നത് നല്ലപോലെ ഇതിനെ ബാധിക്കും. അതെ, കാരണം ഒപ്റ്റിക് നെർവ് ഡയറക്റ്റ് ടു ബ്രെയിൻ ആണ്. അത് നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം. അപ്പം ഈ വേഗത്തിൽ അത് ബ്രെയിനിലേക്ക് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളത്, ബ്ലൂ സ്ക്രീനിന് അഥവാ നമ്മൾ ഉറക്കമായിട്ട് ബന്ധപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ഞാൻ സ്വാഭാവികമായിട്ട് മൊത്തത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ട സിസ്റ്റമാണ് പറഞ്ഞത്. ഉറക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളെ ബെഡ് സ്പേസ് എപ്പോഴും ഫ്രീ ടു ബെഡ് ആയിരിക്കണം. പുതിയ WHO ഫ്രീ ടു ഫോൺ ആയിരിക്കും. അത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ പുതിയ റീസെന്റ് നടന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ അടക്കമുള്ള സ്റ്റഡീസിൽ കർഫ്യൂ എന്ന് പറഞ്ഞല്ലോ നേരത്തെ ഡോക്ടർ, അതുപോലെ തന്നെ എന്തെന്ന് വെച്ചാൽ നമ്മളെ ബെഡ്റൂം അത് നമുക്ക് കിടക്കാൻ അഥവാ റെസ്റ്റ് എടുക്കാനും പുറമെ സെക്ഷൽ ആയിട്ടുള്ള കോണ്ടാക്ട്സിനും വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ള നമ്മുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ബെഡ്റൂമിൻ്റെ പുറത്തായിരിക്കണം. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ നമ്മൾ ബ്ലൂ സ്ക്രീൻ ഉപയോഗിക്കുകയാണ്, നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും ബെഡിൽ കിടന്നിട്ടായിരിക്കും ഫോൺ ഉപയോഗിക്കുന്നുണ്ടാവുക. ബെഡിൽ കിടന്ന് ഫോൺ ഉപയോഗിച്ചാൽ അവർ ആ ബെഡ് ഉപയോഗിക്കുന്നതോട് കൂടെ ആ ഫോൺ അവിടെ സൈഡിൽ വെച്ച് അങ്ങനെ കടന്നുറങ്ങും. ഇപ്പൊ ഈ പോഡ്കാസ്റ്റ് കാണുന്ന ആൾക്കാർക്ക് അതെ, ഇതിപ്പോ കാണുന്ന സമയത്ത് തന്നെ ഇവരിത് രാത്രിയായിരിക്കും ബെഡിൽ ഇരുന്നിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. നമ്മൾ സ്വാഭാവികമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഇതിന് നമുക്ക് എന്ത് ചെയ്യണം, മൊബൈൽ ഫോണ് അതുപോലെ ഈ ഇലക്ട്രോണിക് ഇതിന്റെ ബെഡ് ടൈമിൽ ഫോൺ ഉപയോഗിക്കാനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, എല്ലാത്തിനും നമ്മൾ ആദ്യം നമ്മളെ മൈൻഡ് അതിന് സെറ്റ് ചെയ്യാം. എന്തെന്ന് വെച്ചാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത്. മൊബൈൽ ഫോൺ ഒരാൾക്ക് എത്ര സമയമാണെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ ഉപയോഗിക്കുന്നത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ബെഡിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ റൂമിൻ്റെ പുറത്ത് ഡൈനിങ് റൂം ഉണ്ടാവും, അതുപോലെ വർക്ക് ഏരിയ, അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും, അവിടെ ഫോൺ ഉപയോഗിക്കാം. ബെഡ്റൂമിലേക്ക് നമ്മൾ കാണുന്ന ഒരു സമയം ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഇന്ന് 10 മണിക്ക് കിടക്കുന്നുണ്ടാവും, 9:30 ഫോൺ എടുത്ത് വെച്ചിട്ട് 9:30 ബെഡ്റൂമിൽ കയറും. പിന്നെ അത് ഫ്രീ സ്പേസ് ആണ്. പിന്നെ നമ്മളത് ഉറക്കിന് വേണ്ടിയിട്ട് കൊടുക്കും. ഇത് നമ്മൾ പറയുന്നത് ചില ആളുകൾക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് അത്ര തോന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1/3 സമയം നമ്മൾ കൊടുക്കാൻ കരുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉറക്കി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെലാറ്റോണിൻ്റെ പ്രൊഡക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ നമ്മൾ 10 മണിക്ക് ഉറങ്ങേണ്ട നമ്മൾ 12 മണിയായാലും മൊബൈൽ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കും. സോ ഉറക്കിന് വേണ്ടി നിയന്ത്രിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ചിട്ടകൾ കൊണ്ടുവരേണ്ട ഒരു കാര്യമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ വ്യായാമങ്ങൾ വരാം, ഭക്ഷണം വരാം, വെള്ളം കൂടി വരാം, അതുപോലെ ഫിസിക്കലായിട്ട് മെൻ്റലായിട്ടുള്ള എക്സസൈസ്, ഹെൽത്ത് കാര്യങ്ങളെല്ലാം വരും. നമ്മളെന്താ കഴിക്കുന്ന അതിന് മെയിൻ ഘടകം. അപ്പോൾ അത് നമ്മൾ നോക്കണം. അപ്പോൾ എന്തൊക്കെ നമ്മൾ കഴിക്കണം, ഏതൊക്കെ നമ്മൾ കഴിക്കാൻ പാടില്ല, ഏത് സമയത്ത് കഴിക്കണം, അതാണ് നമ്മൾ കൂടുതലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഡോക്ടർ അനീസ് ഒന്ന് അതിനെ പറ്റിയുള്ള ഡയറ്റിനെ പറ്റി നമുക്ക് പറയാൻ പറ്റും, സ്ലീപ്പ് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് 4 മണിക്കൂർ മുമ്പ് മിനിമം എന്താക്കണം, 4 മണിക്കൂർ മിനിമം കാർബ് ഡയറ്റ്, 4 മണിക്കൂർ മുമ്പ് കാർബ് കഴിച്ചിരിക്കണം. അതിനുശേഷം ആ ഒരു 7-8 10 മണിക്കൂർ ഉറങ്ങുകയാണെങ്കിൽ ഒരു 7-8 മാക്സിമം എന്താക്കണം കാർബ് ഫുഡ് ഐറ്റംസ് കഴിച്ചിരിക്കണം. കാർബ് പറഞ്ഞാൽ അപ്പോൾ ചോറ്, ചപ്പാത്തി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ ഓക്കെ യെസ്. പിന്നെ നമ്മൾ ഭക്ഷണത്തിൽ പറഞ്ഞാൽ നമ്മുടെ സാലഡ്സ്, കുക്കുംബർ, ലൈക്ക് വാട്ടർ കണ്ടന്റ് ആൻഡ് ഫൈബർ കണ്ടന്റ് കൂടിയ ഭക്ഷണം കഴിക്കണം. ഓക്കെ. പിന്നെ
ലൈറ്റ് ഫുഡ് അഥവാ നമ്മൾ ഹെവി ആയിട്ട് എന്താണ് പറയുക രാത്രി കഴിക്കാൻ പാടില്ല. നമ്മൾ മെറ്റബോളിസം നടക്കുന്ന രാത്രിയാണ്. അപ്പം നമ്മൾ ഹെവി ആയിട്ട് കഴിച്ചാൽ നമ്മൾ നമുക്ക് വേണം പറയാം 8 ഹവേഴ്സ് മിനിമം ആകാനുള്ളത് ചിലപ്പോൾ എന്താകും നമ്മുടെ ഓഡിയൻസ് ചില സംശയം ഉണ്ടാകും അത് 10 മണിക്കൂറോ 11 മണിക്കൂറോ നീണ്ടു പോകും. അപ്പൊ കാർബോഹൈഡ്രേറ്റ് കൂടിയാൽ നല്ല ഉറക്കം കൂടാനും പ്രശ്നം. അപ്പോൾ ഉറക്കം ഫുഡ് നമ്മൾ എന്താക്കുക ലൈറ്റ് ഫുഡ് ഹെവി ആയിട്ട് കഴിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം പറഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിച്ച് ഹാഫ് ആൻ അവർ കഴിഞ്ഞ ശേഷം നമ്മൾ ചെറിയ എക്സസൈസ് വീട്ടിൽ എക്സസൈസ് ഉണ്ടാകുമ്പോൾ ഇന്നർ എക്സസൈസ് ഉണ്ട് അത് നമ്മൾ ചെയ്താൽ ഉണ്ടാകും. അതുപോലെ നമ്മളെ ഫ്രഷ് എയർ ഉള്ളിലേക്ക് കയറി വേറെ പുറത്ത് കളഞ്ഞ് പെട്ടെന്ന് സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യാൻ കഴിയും. പണ്ടത്തെ ആൾക്കാർ പറയുന്നത് ഫുഡ് കഴിച്ചതിന് ശേഷം 40 സ്റ്റെപ്പ് നടക്കാനുള്ളതൊക്കെ അതിന്റെ ഭാഗമായിട്ട്. ഇതിലൊരു രസമുണ്ട്. എന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മളെ നാട്ടില് എല്ലാവരും പാർട്ടി ട്രീറ്റ് ഇങ്ങനെയൊക്കെ ട്രെൻഡ് നടക്കുന്നു രാത്രിയാണ് ഒക്കെ നടക്കുക. ഒരാളും ഉച്ചക്ക് പോയിട്ട് ഫുഡ് അടിക്ക് കൂടുതൽ പോകില്ല, കൂടുതലും പോവാ നൈറ്റ്. ഇതിന്റെ പ്രശ്നം എന്താ അറിയോ, ആൾക്കാർ കമന്റ് ചെയ്യും നൈറ്റ് ലൈഫിന് ബാധിക്കില്ല. അതെ, ഇതിലെന്താ വെച്ചാല് ഞാൻ രസം എന്താ വെച്ചാല് എല്ലാവരും പോയിട്ട് നല്ല മന്തി അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും മയോണൈസ് ഇങ്ങനത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങൾ അടിച്ച് അത് കഴിച്ചുകൊണ്ട് ഒരു കിക്ക് വരലുണ്ട് ഉറക്ക് വരാനുള്ള. അത് എന്നിട്ട് നല്ല സുഖമുള്ള ഉറക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ നാളെ ഒരാള് നമ്മളടുത്ത് വന്ന പേഷ്യന്റ് പറയുന്നിട്ട് എന്തെന്ന് വെച്ചാല് അത് കഴിച്ചാൽ എനിക്ക് നല്ല ഉറക്കം കിട്ടും. പക്ഷെ അതെല്ലാം ഉറക്കം അവർക്ക് മനസ്സിലായില്ല. വയറ് ഹെവിയാണ്, വയറ് ഹെവിയാണ്. നമ്മളിപ്പോ ഉച്ചക്ക് കഴിക്കാനും നമുക്ക് സ്ലീപ്പി ഫീലിംഗ് വരും. ഓഫീസിലാണെങ്കിലും അല്ലെങ്കിൽ പേഷ്യന്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ലേസിനെസ് വരും. ഫുഡ് ഹെവി ആയാൽ അതിന്റെ മെറ്റബോളിസം നടക്കാൻ സമയമെടുക്കും. അതിങ്ങനെ ആ സമയത്ത് നമ്മള് നമ്മളെ വർക്ക് പ്രോപ്പറായി നടക്കൂല. ഡൈജഷൻ അതേപോലെ ബാക്കിയുള്ള ഇന്ത്യയിൽ അപ്പൊ അത്രയും ഹെവി ഫുഡ് കൺസ്യൂം ചെയ്യരുത്. അത് ശരിക്കും നമ്മള് ഇപ്പോ തമാശക്ക് പറയാനെന്നുണ്ടെങ്കിൽ മറ്റേ പാമ്പ് ഇര പിടിച്ചാൽ ഒരു കിടത്താണ്. ആ ഒരു കിടത്താണ് ശരിക്കും എന്ത് പറഞ്ഞാല് ഈ ഫുഡ് അടിച്ചിട്ട് കഴിക്കുന്നത്. നമ്മളത് കൃത്യമായിട്ട് നിയന്ത്രിക്കണം. എന്താ വെച്ചാല് ഭക്ഷണ രീതി ഡോക്ടർ പറഞ്ഞ പോലെ ആ ഒരു ചിട്ടയായ രീതിയിൽ കഴിക്കണം. അല്ല ഈ വീക്കിലി വൺസ് ഓർ ട്വൈസ് ആൾക്കാർക്ക് ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടി പുറത്ത് പോകുന്ന അങ്ങനെ വൺസ് ഓർ ട്വൈസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? വൺസ് ഓർ ട്വൈസ് ചെയ്യുന്നതിലും നമുക്കിപ്പോ ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ കഴിക്കേണ്ട രീതിയുണ്ട്. ഇപ്പൊ ചില ആളുകൾ ഹോട്ടലിൽ പോയാൽ 100 റുപ്യക്ക് ഞാൻ മന്തി വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 200 റുപ്യന്റെ തീറ്റ ഞാൻ തിന്നിട്ടേ പോരുള്ളൂ എന്ന് പറയും. അതെ അതെ, മുതലാക്കിയിട്ട് പോരാ. നേരെ മറിച്ച് ഞാൻ ഫുഡില് ചിക്കന്റെ വലിപ്പം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെ പറയും റൈസ് ഇട്ടിട്ടും മയണൈസ് കൂടുതലാക്കിയിട്ട് മുതലാക്കലുണ്ട്. അത് ഭയങ്കര, പക്ഷെ നമുക്കൊരു ബോധമാണ് നമ്മൾ എത്ര കഴിക്കണം എന്നുള്ളത്. അത് ഭയങ്കര ഫാക്ടർ. വെറുതെ കിട്ടുകയാണെന്നുണ്ടെങ്കിലും വെറുതെ കിട്ടിയാൽ എന്തെങ്കിലും ഇതേപോലത്തെ ഹെവി ഫുഡ്സിന്റെ കൂടെ ഈ ലെറ്റ്യൂസ് അതേപോലെ തന്നെ സാലഡ്സ് എല്ലാം ഫുഡ് എന്ന് പറഞ്ഞത് മെയിൻലി ഫൈബർ കണ്ടന്റ് കുറച്ച് കൂടുതലുള്ളതാണ്. കാരണം എന്താ വെച്ചാല് നമുക്ക് മോർണിംഗ് റീഫ്രഷിന്റെ സമയത്ത് നല്ല പോലെ വയറ് ക്ലീൻ ആവണമെന്നുണ്ടെങ്കിൽ ഫൈബർ കണ്ടന്റ് കുറച്ച് കൂടുതൽ വേണം. കാർബ് ഡയറ്റ് കൊണ്ട് നമുക്കത് കൂടുതൽ കിട്ടില്ല. ഈ കാർബ് ഡയറ്റാണ് നമുക്ക് ഡയറക്റ്റ് എനർജി ബോഡിയിലേക്ക് തരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ എനർജി ബോഡിയിൽ ഉണ്ടാവുന്നല്ല. ഇത് കൂടുതൽ എന്താ ചോദിച്ചാൽ നമുക്ക് ബോഡി വെയിറ്റ് ഗെയിൻ കൂടും. അതുപോലെ ഈ പൊണ്ണത്തടി, ഒബസിറ്റി ഇങ്ങനത്തെ ക്യാരക്ടറിലേക്ക് ഇത് വന്നുകൊണ്ടിരിക്കും. ഞാൻ വെച്ച് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളൊരു ഡെയിലി റുട്ടീനിൽ നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ ചില ആളുകൾ ഇപ്പൊ ഇതേപോലെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഫുഡ് നേരെ മറിച്ച് വേറെ കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് എന്താ വെച്ചു അവരുടെ ജീവിതം നൈറ്റ് മാത്രം ജീവിതമുള്ള ഒരാളുകളുണ്ട്. പോലെ രാവിലെ ആയിരിക്കും പോലെ ഡേ ഓഫ്, ലൈക്ക് ഇപ്പോൾ ഡ്യൂട്ടി നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന ഡോക്ടേഴ്സ്, സെക്യൂരിറ്റീസ്, ഇങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട്. ഓഫീസ് വർക്ക്. ഇവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഇവരും ഇനി അവരെ ഡൗട്ട് ഇതായിരിക്കും, നമ്മളിപ്പോ എല്ലാവരും രാത്രി ഉറങ്ങുക, 10 മണിക്ക് ഉറങ്ങുക, 9 മണിക്ക് ഉറങ്ങുക എന്ന് പറയും. പക്ഷെ ഇവരെ ഇറച്ചി, മീന് അല്ലെങ്കിൽ കാർബൺ ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഡയറ്റ് നമുക്ക് പറഞ്ഞു കൊടുക്കും. എല്ലാം വേണമല്ലോ. അതെ, അത് ഡയറ്റ് അങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം. പക്ഷെ ഇതിൽ ഇവര് ഈ ഉറക്കുണ്ടല്ലോ, ഈ രാത്രി ഉറങ്ങുന്ന ആളുകൾ രാത്രി ഉറക്കം ഒഴിവാക്കേണ്ടി നിർബന്ധിതമായിരിക്കും. അത് അവരുടെ ജീവിത സാഹചര്യമായിരിക്കും, പലതും ഉണ്ടാവും. അപ്പോൾ അവർക്ക് നമുക്ക് ഇനി എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും? നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ബയോളജിക്കൽ ക്ലോക്ക്, സർക്കാഡിയൽ റിതം എന്ന് പറയും. ഈ സാധനമാണ് നമ്മളെ ബോഡി എപ്പോഴും നമുക്ക് റെസ്റ്റ് എടുക്കണോ, നമുക്ക് ഫുഡ് കഴിക്കണോ, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന ആൾക്കാർ സർക്കാഡിയൽ റിതം നേരെ തിരിഞ്ഞിട്ടുണ്ടാവും. അവരെ നമ്മൾ രാത്രി ഉറക്കാൻ പറ്റൂല. ഒരാഴ്ച വീക്കിലി ഒരാഴ്ച ഫുള്ള് നൈറ്റ് ഡ്യൂട്ടി എടുത്തു. അയാൾ രാവിലെ വന്നിട്ട് പിറ്റേ ഒരാഴ്ച അയാൾക്ക് ഡേ ഓഫ് ആണ്. അപ്പൊ അയാൾക്ക് ഉറങ്ങാൻ കഴിയൂല.
കാരണം അയാൾ ശീലിച്ചു പോയി, അയാളെ ബയോളജിക്കൽ ഏജ് ക്ലോക്കിൽ അത് അവിടെ പേസ്റ്റ് ആയി പോയിട്ട്. അപ്പോൾ നമുക്ക് ഇതിനെന്ത് ചെയ്യാൻ പറ്റും? ഈ ഞാൻ നേരത്തെ പറഞ്ഞു മെലാറ്റോണിൻ എന്നുള്ള സാധനമാണ് നമ്മൾ ഉറക്കിന് കൂടുതലായിട്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനം. അപ്പോൾ ഇത് കൂടുതൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുക ഡാർക്കിലാണ്, ഡാർക്ക് ടൈം, ഡാർക്ക് സറൗണ്ടിങ്സിലാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യണം, ഈ നൈറ്റ് ഡ്യൂട്ടിയുള്ള ആളുകൾ രാവിലെ ഒരു കൃത്യമായ സമയം, അഥവാ നേരത്തെ പറഞ്ഞ പോലെ 3-1 സമയം അവർ രാവിലെ ഉറങ്ങണം. അത് നിർബന്ധമാണ്. കാരണം അവർക്ക് പിന്നെ നൈറ്റ് ഉറങ്ങാൻ പറ്റില്ല. ഇവർക്ക് പക്ഷേ വീക്ക്നെസ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തുടക്കത്തിൽ നമുക്ക് തോന്നിയെന്ന് വരില്ല. പക്ഷെ ഗ്രാജുവലി അത് അവരെ ബാധിക്കും, അവരുടെ വർക്ക് ലൈഫിനെ ബാധിക്കും, അവരുടെ സോഷ്യൽ ലൈഫിനെ ബാധിക്കും, ഹെൽത്തിനെയും ബാധിക്കും. അപ്പോൾ ഇതിലെങ്ങനെ ചെയ്യാം? അവരെ റൂം ഈ രാവിലത്തെ ഒരു 8 മണിക്കൂർ അവരെന്ത് ചെയ്യണം, റൂം കംപ്ലീറ്റ്ലി ക്ലോസ് ആയിട്ട് ഡാർക്ക് റൂമിൽ അവരുറങ്ങണം. അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ വേറൊരു സാധ്യതയില്ലാത്ത രൂപത്തിൽ അവർ കടന്നുറങ്ങണം. അത് നിർബന്ധമാണ്. അതെ, ഈ പഠനങ്ങൾ പറയണത് ഇപ്പോൾ ഈ അഡൽസിൽ ഒരു 45 to 50 ഏജിലെ ഇടയിൽ സ്ലീപ്പ് ഒരു 30 മുതലേ സ്ലീപ്പ് ഡിസോർഡർ ആണെങ്കിൽ മിനിമം 2 ക്രോണിക് ഡിസീസ് ഒക്കെ ഉണ്ടാവും, ലൈക്ക് ഡയബറ്റീസ്, പിന്നെ അതേപോലെ ഒബിസിറ്റി. അത് ഏതെങ്കിലുമൊക്കെ ഒന്നായിട്ട് ഏതെങ്കിലും 2 അസുഖം ആ ഏജിലുള്ളവർക്ക് വരാം. അത് ഉറക്കം സ്ഥിരമായിട്ട് ഡയബറ്റീസും ഇതുപോലെ ഹാർട്ട് ഡിസീസ് സ്ഥിരമായിട്ട് ഇപ്പൊ നമ്മളെ നാട്ടിൽ, പക്ഷെ ഇതാരും കൺസിഡർ ചെയ്യുന്നില്ല. മെഡിസിൻ കൺട്രോൾ ചെയ്ത് പോകാൻ. അതിന്റെ ഒരു ജോക്ക് എന്താ വെച്ചാൽ സിഗരറ്റ് സ്മോക്ക് ചെയ്തിട്ട് മരിക്കുന്നേക്കാൾ ആൾക്കാർ കൂടുതൽ ഡയബറ്റീസ് ഒന്നും ഈ ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡൊക്കെ അല്ലേ? അതെ, ഡോക്ടറെ എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ കുടിക്കാറില്ല, വലിക്കാറില്ല, ഒന്നും ചെയ്യല്ല, ഞാൻ എക്സസൈസും ചെയ്യാറുണ്ട്, എന്നാലോ നല്ലോണം ഫുഡ് കൺട്രോൾഡ് ആണോ അവർ ഉറക്കിനെയും ബാധിക്കും. ഉറക്ക് അവരെ ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ അതെ അതെ, അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇമ്മ്യൂണിറ്റി ഇതിനെ നല്ലപോലെ ബാധിക്കും എന്ന് പറഞ്ഞല്ലോ. ഇമ്മ്യൂണിറ്റി ബാധിച്ചാൽ അത് നമ്മൾ ഓൾ ലൈഫിനെ അത് ബാധിക്കും. ഈ ഇമ്മ്യൂണിറ്റി ബാധിക്കുന്ന പോലെ തന്നെ നമ്മളെ ഫ്യൂച്ചർ ജനറേഷനെ ബാധിക്കുന്ന കാര്യമാണ്. ഈ യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗ്ഹാം ഒരു പുതിയ പഠനങ്ങൾ പുറത്താക്കി. ഈ 12,000 കുട്ടികളിലാണ് പഠനം നടത്തിയത്. ഏകദേശം 7 മാസം മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികളിൽ എന്തെങ്കിലും വിധത്തിൽ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ തരമായിട്ടുള്ള സൈക്കോസിസ്, സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഉറപ്പാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഫോൺ വെച്ച് കൊടുത്തിട്ട് അവർ ഈ ഉറങ്ങാതെ ഇങ്ങനെ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു ന്യൂ ബോൺ ആയിട്ടുള്ള ബേബി അവന്റെ ആ കുട്ടിയുടെ ലൈഫിൽ ഭൂരിഭാഗ സമയം ഉറക്കം, ഗ്രാജുവലി അതിങ്ങനെ കുറഞ്ഞു വരും ഉറക്കിന്റെ സമയം. അപ്പൊ ഞാൻ ഒരു പേഷ്യന്റ് എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് കൃത്യമായിട്ട് ഏജ് വെച്ചാണ് കൺസിഡർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ നമ്മൾ അഡോളസെന്റ് സമയത്ത് എത്തുന്ന ഒരു കുട്ടി, അഥവാ അഡോളസെന്റ് പ്രായപൂർത്തി സമയത്തിലേക്ക് എത്തുന്ന ഒരു കുട്ടിക്ക് ഏകദേശം ഒരു 10 മണിക്കൂറോളം ഉറങ്ങാം. കുറച്ചും കൂടെ അഡൽട്ട് ആയിട്ടുള്ള ഒരാൾക്ക് 7 to 8 മണിക്കൂർ എന്ന് പറയാം. ഈ ഗ്രാജുവലി നല്ല ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇത്രത്തോളം ഉറങ്ങാൻ കഴിയൂല, അവർ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും കുറെ കാര്യങ്ങളിൽ. അപ്പോൾ അവർക്ക് എന്തായാലും ചുരുങ്ങിയത് ഒരു 6 മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ അത് ഏജ് കാറ്റഗറി അങ്ങനെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം. എന്നാൽ ചെറിയ കുട്ടികൾ ഈ ഉറക്കം കൂടുന്നത് കൊണ്ടാണ് അവരുടെ ഗ്രോത്തിന് അത് നല്ലപോലെ ഇതാകുന്നത്. അൺകൺട്രോൾഡ് ആയിട്ടാണ് അവർ ഉറക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രോത്തിന് അത് നല്ലപോലെ ബാധിക്കും. ഒരുപാട് ന്യൂറൽ ഡിഫക്ട്സ് ആയിട്ടുള്ള ന്യൂറൽ ഡിസോർഡേഴ്സ്, ബേസിക് ആയിട്ടുള്ള തെളിവുകൾ ഈ കുട്ടികളുടെ വെയിറ്റ് ലോസ് ഒക്കെ ആയിട്ട് വേറെ കുട്ടികൾക്ക് ഇതുപോലെ ഇപ്പോൾ സ്കൂൾ കഴിഞ്ഞിട്ട് കുട്ടികൾ വന്നിട്ട് ഒരു കടുത്തുണ്ട് 6 മണി മുതൽ 9 മണി വരെയൊക്കെ ചിലപ്പോൾ നമ്മൾ വീട്ടുകാരനെ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അവരെ ഇൻഡ്യൂസ് ചെയ്യിക്കും, ചിലപ്പോൾ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കൂടുതൽ അത് അവരൊരു ഡെയിലി റൂട്ടീൻ. അത് പിന്നെ കഴിഞ്ഞിട്ട് അവർക്ക് ഒരു ഡിസ്റ്റർബ്ഡ് സമയം വരും. ആ സമയം പിന്നെ നോർമൽ ഉറങ്ങേണ്ട നേരം ലേറ്റ് ആവും. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാന്നാണ്. ഫാമിലി ഒന്നിച്ച് ഫുഡ് അടിക്കാൻ പോകുന്ന സമയമൊക്കെ ഉണ്ട്, കറങ്ങാൻ പോകുന്ന സമയമൊക്കെ. അത് കുട്ടികളെയും കൂടെ കൂട്ടിക്കൊണ്ടുപോകാം. ചില കുട്ടികൾ ഉറക്കം തൂങ്ങിയിട്ടായിരിക്കും വണ്ടിയിൽ തന്നെ ഉണ്ടാവുക, എന്നാലും അവരെ എണീക്കട എന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട്. നമുക്കിത് ഒറ്റ നോട്ടത്തിൽ ഇവർക്ക് ആർക്കും ഇത് എന്തായിട്ട് തോന്നില്ല, ഇതൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്യില്ല. ഒരാഴ്ചയിലേക്ക് ഗ്രാജുവലി അത് അവർ ബാധിക്കും. അത് തീർച്ചയാണ്. നമ്മളറിയില്ല, നമ്മൾ ഗ്രാജുവലി പിന്നെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവരും പ്രശ്നം എന്താ വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ലൈഫിൽ വന്നു പോകുന്ന ഒരു പ്രശ്നമാണ് എന്നുള്ളവർക്ക് കൺസിഡർ ചെയ്യും. എന്ത് ഡിസീസ് നോർമലൈസ് ചെയ്യും. അഥവാ ചില ആളുകൾ ചില വിശ്വാസത്തിന്റെ പേരിലാണെങ്കിൽ നമുക്ക് പറയും അത് മറ്റേ
പടച്ചോൻ തന്നതാണ് അല്ലെങ്കിൽ ദൈവം തന്നതാണ് എന്നൊക്കെ പറയും. പക്ഷെ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്. കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കൺട്രോൾ ഇതെങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന മിക്ക മതത്തിലും അല്ലെങ്കിൽ മതത്തിൻ്റെ അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നുണ്ട് എത്രത്തോളം ഉറങ്ങണം അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ കഴിക്കണം എല്ലാം ചിട്ടയായിട്ട് പറയുന്നുണ്ട്. പക്ഷേ നമ്മളത് നോർമലൈസ് ചെയ്ത് കൊണ്ടു നടക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ എന്താ പറയുക ഈ ഉറക്കം സ്ലീപ്പ് പറയുമ്പോൾ ഏജിങ് അഥവാ ഇപ്പോൾ വയസ്സാകാൻ ചുളിവ് അതേപോലെ ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞത് മറ്റേ നമ്മൾ ഹോർമോണൽ ചേഞ്ചസ് നല്ലപോലെ ബാധിക്കും. മെലാറ്റോണിൻ നേരത്തെ പറഞ്ഞ പോലെ അതുപോലെ ഒരുപാട് സ്കിൻ ഡിസോർഡേഴ്സ് ഇതിൽ വരാൻ ചാൻസസ് ഉണ്ട്. ഫ്ലൂയിഡ് ഇംബാലൻസ് ആയിക്കഴിഞ്ഞാൽ തന്നെ പിന്നെ സെല്ലിൻ്റെ ഈ വേസ്റ്റ് മെറ്റീരിയൽസ് പുറത്ത് പോകില്ല, അപ്പോൾ അത് അവിടെ തന്നെ കിടക്കും. അപ്പോൾ സെല്ലിന് പെട്ടെന്ന് ഏജിങ് വരിക. അതുപോലെ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ടാവും. മെയിനായിട്ട് ഇപ്പം എല്ലാ ഡിസീസിനും നമ്മൾ ഗുളിക കഴിക്കും. ഗ്യാസ്ട്രിക് ഇതുണ്ടാകുമ്പോൾ നമ്മൾ ഗുളിക കഴിക്കും. ഈ ഗുളിക ദഹിക്കൂല എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാം? ഒരു സാധനം ദഹിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് അതുപോലെ കോൺസ്റ്റിപ്പേഷൻ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് ദഹിക്കൂല എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ ഇങ്ങനെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കും. എല്ലാ ഡിസീസുകളും ഒക്കെ ഇന്റർ കണക്റ്റഡ് ആണ് ഈ കാര്യത്തിൽ. നമ്മൾ നല്ല ബോധവാന്മാരായിരിക്കണം എന്നുള്ളതാണ്. മറ്റു വേറൊരു പ്രശ്നമുണ്ട്. ഇതിപ്പോ നമ്മൾ ഉറക്കില്ലാത്തല്ലേ പറഞ്ഞേ. നേരെ എന്നാ ഇപ്പോഴത്തെ നമുക്ക് വന്നൊരു പേഷ്യന്റ് എന്താ വെച്ചാൽ 18 മണിക്കൂർ ഞാൻ ഉറങ്ങും, എന്നാലും എന്നിട്ട് ഉറക്ക് തൃപ്തിയാവുന്നില്ല. അപ്പൊ നമ്മൾ അതിനെന്താ പറഞ്ഞു കൊടുക്കുക? ഇപ്പൊ ഇത്രയും എനിക്ക് ഉറക്കം വന്നു, ഞാൻ എന്താ ചെയ്യുക? ഇതിന് ഉറക്കം കുറക്കണം ഡോക്ടറെ. ഇപ്പൊ ഇയാളോട് നമ്മൾ രാത്രി ഇനി ഉറങ്ങേണ്ട, നിങ്ങൾ മൊബൈലും കൊണ്ട് നടന്നോളി, അല്ലെങ്കിൽ രാവിലെ ഉറങ്ങേണ്ട, രാവിലെ ഈ സമയത്ത് അവിടെ പോവുക, പുറത്ത് പോയി കറങ്ങി നടക്കുക, ഇതൊക്കെ അയാൾക്ക് ബാധിക്കും. ഇത് അയാൾക്ക് വീണ്ടും ഉറക്ക് കൂട്ടുകയേ ചെയ്യുള്ളൂ. ഇത് അൺകൺട്രോൾഡ് ആകുമ്പോഴാണ് എന്താണ് ഉറക്ക് കൂടുതലുണ്ട്. അത് ചില ആളുകളിൽ ചില രൂപത്തിൽ കാണും, ചില ആളുകൾ ചില രൂപത്തിൽ കാണും. അങ്ങനെ നേരത്തെ പറഞ്ഞല്ലോ, ആങ്സൈറ്റി ഡിപ്രഷൻ മെയിനായിട്ട് ഈ ഒരു സാധനത്തിനെ ബാധിക്കുന്ന ഒരു സാധനമാണ്. ആങ്സൈറ്റി ഡിപ്രഷൻ ഇതിൽ വേറെ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഉറക്കില്ല, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ടൈം ചെക്കിങ് എന്നൊരു ആങ്സൈറ്റി ഉണ്ട്. ക്ലോക്കിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ രാവിലെ നീക്കും 12 മണി എനിക്ക് ഉറക്കം വന്നില്ല, കുറച്ചു നേരം കഴിഞ്ഞിട്ട് പിന്നെ നോക്കും 1 മണി, എന്നിട്ട് പിറ്റേന്ന് നാളെ ഡോക്ടറോട് എന്താ അറിയും, ഡോക്ടർ എനിക്ക് 1 മണി കൃത്യമായിട്ട് ആളെത്തുന്നുണ്ടാവും, പഠനം ഉണ്ടാവും ഞാൻ എപ്പോഴാണ് എനിക്ക് ഉറങ്ങിയത്. പക്ഷെ ഇത് ഭയങ്കര ഒരു ആൻസൈറ്റി സാധനമാണ്. എനിക്ക് ഉറക്കം എന്താ കിട്ടാത്തത്. അപ്പൊ നമുക്ക് ഇതിനെ ഉറക്കിനെ എങ്ങനെയാണ് നമ്മൾ കൃത്യനിഷ്ഠയാക്കി കൊണ്ടുവരണം. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒന്നാമത് ബെഡ്റൂമിൽ ക്ലോക്ക് എടുത്ത് വെക്കുക. മെയിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഫോണ്. നേരത്തെ പറഞ്ഞു സമയത്തെ കുറിച്ച് ബോധമാണ്. ഞാൻ 9 മണിക്ക് കിടക്കും അല്ലെങ്കിൽ 10 മണിക്ക് കിടക്കും എന്ന് പറഞ്ഞാൽ ആ സമയമാകുമ്പോൾ ഫോണ് സാധനം എടുത്തിട്ട് ബെഡിൽ പോവാം. ഉറക്ക് വരില്ല എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. അതിനുള്ളത് റിലാക്സിങ് മ്യൂസിക്സ്, അല്ലെങ്കിൽ ഗുഡ്നെസ്സിനെ കുറിച്ച് എന്തെങ്കിലും ആലോചിക്കുക. അതുപോലെ എന്തെങ്കിലും റീഡിങ്, അത് റീഡിങ് ഡിജിറ്റൽ റീഡിങ് അല്ല, പേപ്പർ റീഡിങ്, ഇങ്ങനത്തെ ഡിം ലൈറ്റിൽ വായിക്കാൻ പാടില്ല. റിലാക്സിങ് മ്യൂസിക്സ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. റിലാക്സിങ് മ്യൂസിക്സ് നേരത്തെ കൂടുതൽ ആളുകൾ ഇപ്പൊ ട്രെൻഡിനൊപ്പം പാട്ടായിട്ട് നിൽക്കുന്ന, അതെ, അത് ഇപ്പോ ഭയങ്കര DJ ടൈപ്പ്. പക്ഷെ അത് നല്ലപോലെ നമ്മൾ ഉറക്കിനെ ബാധിക്കും. കാരണം നമുക്ക് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും ശരിക്കും മൈൻഡ്. നമ്മളെ അത് കേൾക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും എന്നല്ലാതെ മൈൻഡിന് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. റിലാക്സിങ് മ്യൂസിക്സ് അതാണ് ഏറ്റവും നല്ലത്. അത് ചിലപ്പോൾ ചില വേദഗ്രന്ഥങ്ങൾ വായിക്കല് കേൾക്കല്. പിന്നെ മറ്റൊരു കാരണമായിട്ട് പറയുന്നത് വ്യായാമക്കുറവ് കൊണ്ടും അവർക്ക് കൂടുതൽ വരാം. അതെ അതെ, റെഗുലർ വ്യായാമം ഒരു ദിവസം ചെയ്തില്ല എന്നല്ല, റെഗുലർ ആയിട്ട് 10 മിനിറ്റ് വ്യായാമം ചെയ്തിട്ടില്ല എങ്കിൽ ജിമ്മിൽ പോകുന്നോണ്ട് കുഴപ്പമില്ല, റെഗുലർ ആയിട്ട് പോകണം. അല്ലെങ്കിൽ എന്താ ഇടവിട്ട് പോകുമ്പോൾ അതിന് അത് നേരത്തെ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇതുണ്ടല്ലോ, നൈറ്റ് ഡ്യൂട്ടി എടുക്കല്. 1.5 നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന ഒരു സാധനമുണ്ട്. ഇന്ന് നൈറ്റ് എടുക്കും, നാളെ നൈറ്റ് ഓഫ് ആയിരിക്കും, മറ്റന്നാൾ നൈറ്റ് എടുക്കും, പിന്നെ നൈറ്റ് ഓഫ് ആയിരിക്കും. ഈ ഒരു ഇങ്ങനെ നൈറ്റ് ഡ്യൂട്ടി 1.5 ഇടയ്ക്ക് പകൽ ഡ്യൂട്ടി എടുക്കും. ഇത് ശരിക്കും നമ്മളെ ബാധിക്കും. ശരിക്കും നമ്മൾ പറയൽ എങ്ങനെയെന്ന് വെച്ചാൽ സയൻസ് ബേസ് ചെയ്താണ് പറയുന്നത്. നൈറ്റ് ഡ്യൂട്ടി ആണെന്നുണ്ടെങ്കിൽ അതൊരു 3 ദിവസം ചുരുങ്ങി കൺട്രോൾ ചെയ്തിട്ട് 3 ദിവസം നൈറ്റ് ഡ്യൂട്ടി, പിന്നെ ഒരു ദിവസം ഓഫ് എടുക്കും. പിന്നെ ആ ഒരു 3 ദിവസം കണ്ടിന്യൂസ് ആ ബോഡിനെ ആ മെയിൻറ്റെയിനിൽ കൊണ്ടുപോകണം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അത്രത്തോളം ബാധിക്കില്ല. ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഈ ഉറക്കം കൂടുതലുള്ളവർക്ക് എന്തൊക്കെ നമുക്ക് പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഇപ്പോൾ ഉറക്കം റെഗുലറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്
എന്തൊക്കെ പരിഹാരങ്ങൾ ഷുഡ് ഫൈൻഡ് ഔട്ട് ദ കോസ്, ആദ്യം ഇതില് കാരണം കണ്ടെത്തണം. ഉറക്കത്തിനെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് നോക്കേണ്ടത് അയാൾക്ക് എത്ര നേരം ഉറക്ക് കിട്ടുന്നുണ്ട് നോക്കുക. ഓക്കെ. അതുപോലെ തന്നെ എത്ര നേരെ തിരിച്ചും എത്ര നേരം ഉറക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. അതുപോലെ ഇത് എത്ര കാലമായിട്ട് 2 ടൈപ്പ് ഉറക്കം കിട്ടാത്തുണ്ട്, അക്യൂട്ടും ഉണ്ട് ക്രോണിക്കും ഉണ്ട്. ഉറക്കം അതിനൊരു എക്സാമ്പിൾ ആണ്, ഇപ്പൊ നമ്മളെ ഉറക്കം കൂടുന്നത് അക്യൂട്ടും ക്രോണിക്കും ഉറക്ക് ഇല്ലായ്മ അല്ലെങ്കിൽ അക്യൂട്ട് ക്രോണിക് ഉറക്ക് കിട്ടാത്തതും രണ്ടുമായിട്ടുള്ളതുണ്ട്. അക്യൂട്ടായിട്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ റീസെന്റ് നമുക്ക് വരുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അഥവാ ജോലി ഡ്യൂട്ടി കാര്യങ്ങൾ അത് നമ്മൾ അത്രത്തോളം ബാധിക്കില്ല, അത് നമ്മൾ കൺട്രോൾ ചെയ്താൽ വേഗം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ക്രോണിക് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നല്ലപോലെ ട്രീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യണം. ഇപ്പൊ നേരെ ഇതിപ്പോ ജെറ്റ് ലാഗ് ഒക്കെ പറഞ്ഞ ഒരു കൺസെപ്റ്റ്, യാത്ര പോയിട്ട് അവിടുത്തെ ടൈം സോൺ വേറെയും ഇവിടുത്തെ ടൈം സോൺ വേറെയും രണ്ടുമായിട്ട് ഉറക്ക് മിസ് ലൈക്ക് അമേരിക്കയിൽ നിന്ന് ഒരാൾ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ഓക്കെ. അപ്പൊ അങ്ങനത്തെ അതൊക്കെ അക്യൂട്ട് ആയിട്ടായിരിക്കും. ഒരു യാത്ര കഴിഞ്ഞാൽ സ്ഥിരം യാത്ര ചെയ്യുന്നവർക്ക് അത് ക്രോണിക് ആയിരിക്കും. അത് രണ്ടും നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ അത് കൃത്യമായിട്ട് പ്രോപ്പർ കോസ് എന്താണെന്ന് കണ്ടെത്തും. ഉറക്കില്ലായ്മയാണെന്നുണ്ടെങ്കിലും ഉറക്ക് കൂടുതലാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണം, എത്ര കാലമായി, എത്രത്തോളം ഉറക്ക് മിസ്സാവുന്നുണ്ട്, അതിന്റെ റൂട്ട് കോസ് എന്താ നമ്മൾ കണ്ടെത്താം. ഒരുപക്ഷെ അത് ഡയറ്റ് കൊണ്ടായിരിക്കും, ഒരു പക്ഷെ അത് മെന്റൽ ഡിസ്റ്റർബൻസ് കൊണ്ടായിരിക്കും. മോസ്റ്റ്ലി അത് മെന്റൽ ഡിസ്റ്റർബൻസ് തന്നെയായിരിക്കും. മെന്റൽ ആൻസൈറ്റി, വർക്ക് ബേൺ ഔട്ട്, മടുപ്പ്, സീരിയസ്ലി അത് അവർക്ക് ആൻസൈറ്റി കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ വ്യായാമക്കുറവ് കൊണ്ടുണ്ടാവാം, കഴിക്കുന്ന ഫുഡിന്റെ പ്രശ്നം കൊണ്ടുണ്ടാവാം. അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ട്. അത് കൃത്യമായിട്ട് ഏതാണോ നോക്കിയിട്ട് അതിന്റെ ഡയഗ്നോസിസ് കഴിഞ്ഞതിന് ശേഷം ആ ട്രീറ്റ്മെന്റ് കൊടുത്താൽ കാര്യമായിട്ട്. നേരെ കുറച്ച് കൂടുതൽ ആളുകൾ ഉറക്കിന്റെ ഗുളിക എടുത്ത് കഴിക്കും. ഭയങ്കര ഉറക്ക് ഇൻഡ്യൂസ് ചെയ്യുന്നല്ലാതെ അവർ ഉറക്കെന്തല്ല പ്രോപ്പറല്ല. നേരെ പക്ഷേ അത് പെയിൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഉറക്കം അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സപ്പോർട്ടീവ് മെഡിസിൻ കൊടുക്കാന്നല്ലാതെ സ്ഥിരമായിട്ട് അവർ ഉറക്ക് കിട്ടാൻ ഒരു ഗുളിക കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവരെ നല്ലപോലെ പേടുന്നു. കാരണം അവർ ബയോളജിക്കലി അവർ ഉറങ്ങൂല, ഈ ഗുളികയാണ് അവർ ഇൻഡ്യൂസ്ഡ് സ്ലീപ്പ് അത് ഡിപ്പെൻഡ് ആയി തീർച്ചയായിട്ടും. അതാ പേഷ്യന്റ് എണീക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാവും. ഇൻഡ്യൂസ്ഡ് സ്ലീപ്പ് നമുക്ക് ഉറക്ക് കിട്ടാത്ത ഒരാൾ ഉറക്ക് കിട്ടാൻ വേണ്ടി ട്രൈ ഔട്ട് ചെയ്യുന്ന സാധനമാണ്. നേരത്തെ പറഞ്ഞ പോലെ ബ്ലൂ സ്ക്രീനിങ് അതൊരു ടൈപ്പ് ഇൻഡ്യൂസ്ഡാണ്. പക്ഷെ അത് നമുക്ക് എന്താ വെച്ചാൽ ഹെൽത്തി ആയിട്ടുള്ള ഇൻഡ്യൂസിങ് ആണ്. മറ്റേത് ഗുളിക കഴിച്ചിട്ട് ഗുളിക കഴിച്ച് അരമണിക്കൂർ കൊണ്ട് ഉറങ്ങുന്ന എല്ലാവർക്കും അറിയാം, ആ ഒരു ഉറക്കാണ്ട് ഉറങ്ങും. പക്ഷെ അതല്ല, അത് എണീക്കുമ്പോൾ വളരെ ബോഡി ഏക്സ്. സ്ലീപ്പിന് നമുക്ക് സയൻസ് ഉണ്ട്. REM സ്ലീപ്പും NREM സ്ലീപ്പും ഉണ്ട്. റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പും നോൺ റാപ്പിഡ് ഐ. ഇതൊരു 100 മിനിറ്റ് 90 to 100 മിനിറ്റ് കൊണ്ട് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ചില ആളുകൾ ഉറക്കത്തിൽ സ്വപ്നം കാണും, ചില ആളുകൾ സ്വപ്നം കാണൂല, ചില ആളുകൾക്ക് സ്വപ്നം കണ്ടത് എന്താ ഓർമ്മ ഉണ്ടാവും കൃത്യമായിട്ട്, ചില ആൾക്ക് സ്വപ്നം കണ്ടത് എന്താ ഓർമ്മ ഉണ്ടാവും. ഇതിലേതാ നല്ല സ്ലീപ്പ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഈസി മെത്തേഡ് എന്താ വെച്ചാൽ, അയാളെ ഉറക്കം കഴിഞ്ഞിട്ട് അയാൾ സ്വപ്നം കണ്ടു എന്ന് വെച്ചോ, സ്വപ്നം കണ്ടിട്ട് അയാൾക്ക് ആ സ്വപ്നം ഓർമ്മയുണ്ട് രാവിലെ, അങ്ങനെയാണെങ്കിൽ അയാൾ ഗുഡ് സ്ലീപ്പ് അല്ല. കാരണം അയാൾ വേറൊരു കോൺഷ്യസ് ലെവലിൽ അയാൾ എന്ത് ചെയ്യേണ്ടത്, ആ സ്വപ്നത്തെ ഓർത്തെടുക്കുന്നത്. പക്ഷെ നേരെ മറിച്ച് വേറെ ഒരാൾ നീറ്റ് അയാൾക്ക് ഉറക്കം കണ്ടു, ഞാൻ എന്തോ കണ്ടു എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അതാണ് നല്ലപോലെ അവർ ഡീപ്പ് സ്ലീപ്പിലേക്ക് അവർ എത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഇതാണ്. അപ്പൊ ഇങ്ങനെ നമ്മളൊരു ഉറക്കത്തെ ഡയഗ്നോസ് ചെയ്യുമ്പോൾ അവരെ ഉറക്കത്തിനെ പൂർണ്ണമായിട്ട് അത് പഠിക്കണം. നേരെ മറിച്ച് അപ്പുറത്ത് കിടക്കുന്ന ആൾ കൂർക്കം വലിച്ചിട്ട് ഉറക്കം പോകും. അങ്ങനെ പല കാരണങ്ങൾ ഉണ്ടാവാം. അല്ല, എനിക്കൊരു പേഷ്യൻ്റ് വന്നിന്, ഈ വൈഫ് അനീമിക്കാണ്. അപ്പോൾ ആളിങ്ങനെ റെസ്റ്റ്ലെസ് ആയിക്കാണ് ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ ഉറക്കം പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോ അനീമിക് ഡിസീസ് ആയതുകൊണ്ട് അതിനെ കുറിച്ച് വൈഫ് കൊണ്ട് വേറെ ബുദ്ധിമുട്ടുണ്ടാവും, തിരിച്ച് ഹസ്ബൻഡിനെ കൊണ്ട് ബുദ്ധിമുട്ടിനെ കൊണ്ട് ആലോചിച്ചിട്ട് കൂർക്കമലി പൊണ്ണത്തടി മെയിൻ ആണ്. അവർ ആ ഒരു ബോഡി ഇത് കുറക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഓർക്കണം. അപ്പം നമ്മളിതിൽ നമുക്ക് കൂടുതൽ സംസാരിക്കേണ്ട കൂടുതൽ കാര്യങ്ങൾ കുറേ ആളുകൾക്ക് അറിയാനുണ്ടാവും. അപ്പം ഇതിൽ മെയിനായിട്ട് നമ്മൾ പറയേണ്ടത് ഉറക്കം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കുക, ആ ഉറക്കിനെ അവർ ട്രീറ്റ് ചെയ്യേണ്ട മെത്തേഡുകൾ, ഡയഗ്നോസിങ് പ്രോസസ്സുകൾ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കാം. നല്ലൊരു ഫിസിഷ്യനെ കാണിച്ചിട്ട് മാത്രമേ ശരിക്ക് ചില മെഡിസിൻസിൽ പറയുന്നുണ്ട് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, അഥവാ മെഡിറ്റേഷൻ, നല്ലപോലെ വായു കിട്ട ബോഡിയിലേക്ക്, അതുപോലെ ആ ബ്രീത്തിങ് എക്സസൈസുകൾ, അതുപോലെ ഫുഡ് ആൻഡ് കാര്യങ്ങളൊക്കെ, നല്ല അക്കോമഡേഷൻ തന്നെ, അതെ നല്ലൊരു റൂം, ബെഡ് സ്പേസ് കാര്യങ്ങളൊക്കെ അവർ കണ്ടെത്തുക. അതുപോലെ നല്ല വ്യായാമം, നല്ല ഫുഡിങ് രീതി, നല്ല വയറ് മെയിനായിട്ട് നമ്മൾ നോക്കണം. അഥവാ വയറ്റിലേക്ക് എടുക്കുന്നതും വയറ്റിൽ നിന്ന് പുറത്തു പോകുന്നതും നമ്മൾ ശ്രദ്ധിക്കണം.
ഈ കാര്യങ്ങളൊന്നും മെയിനായിട്ട് നോക്കണം എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മളൊരു ജനറലി ഒരു ഓവർവ്യൂ പ്രേക്ഷകർക്ക് കിട്ടിയെന്നാണ് കരുതുന്നത്. വളരെ എഫക്റ്റീവായിട്ട് പറയാൻ വിചാരിച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാവരും. ഞങ്ങളൊരു പരമാവധി എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് നിങ്ങൾ അറിയിക്കുക.